The Real FM 103.6. ശ്രദ്ധ. ട്രെയിനിലായാലും ബസ്സിലായാലും ജനാലക്കരികിലെ യാത്ര ഇഷ്ടപ്പെടുന്നവരാവും നമ്മൾ. പിന്നോട്ടോടുന്ന മരങ്ങളും പാടങ്ങളും ഉൾപ്പെടെ പ്രകൃതിയുടെ മനോഹാരിത ആസ്വദിച്ച് യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടാത്തവർ ആരാണുണ്ടാവുക? കാറ്റിൻ്റെ തണുപ്പ് മുഖത്തേറ്റ് ചെവിയിൽ തിരുകിയ ഇയർഫോണിൽ പാട്ടും കേട്ട് പോകുമ്പോൾ ഓർമ്മകളിലേക്കും സ്വപ്നങ്ങളിലേക്കും നാം അങ്ങ് ചേക്കേറും. എന്നാൽ ഈ സന്ദർഭത്തിൽ വിൻഡോയ്ക്കുള്ളിലൂടെ ഒരു കല്ല് വന്ന് നമ്മുടെ മുഖത്തോ ശരീരത്തിലോ അങ്ങ് പതിച്ചാലുള്ള അതിഭീകരമായ അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്കൂ. നമ്മുടെ നാട്ടിൽ തീവണ്ടിയിൽ യാത്ര ചെയ്യുന്നവരിൽ ചിലർക്കെങ്കിലും ഇത്തരം ദുരനുഭവം ഉണ്ടായിട്ടുണ്ടാവും. പാലക്കാട് ഡിവിഷൻ പരിധിയിൽ ഈ വർഷം 34 കല്ലേറുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അഡീഷണൽ ഡിവിഷണൽ റെയിൽവേ മാനേജർ കെ അനിൽകുമാർ. തീവണ്ടികൾക്ക് നേരെ കല്ലെറിയുന്ന സംഭവങ്ങൾ ഈ സമീപകാലങ്ങളിൽ വർദ്ധിച്ചു വരികയാണ്. ഗുരുതരമായ നിയമലംഘനമാണ് ഇത്തരത്തിൽ ട്രെയിനിലേക്ക് കല്ലോ മറ്റു വസ്തുക്കളോ വലിച്ചെറിയുന്നത്. ഇത്തരത്തിൽ എറിയുന്ന വസ്തുക്കൾ യാത്രക്കാരുടെ മുകളിലോ ട്രെയിനിൻ്റെ ജനൽ, വാതിൽ എന്നിവയിലുള്ള ഗ്ലാസ്സിലോ വീഴുന്നത് മൂലം യാത്രക്കാർക്ക് മാരകമായ പരിക്കുകൾ സംഭവിക്കാവുന്നതാണ്. റെയിൽവേ ആക്ട് 1989 152 വകുപ്പ് പ്രകാരം മനഃപൂർവ്വമായി റെയിൽവേ വസ്തുവകകൾക്ക് കേടുവരുത്തുന്നതും റെയിൽ സുരക്ഷയെ തകിടം മറിക്കുന്ന പ്രവൃത്തികൾക്കും 5 വർഷം വരെ കഠിന തടവ് ലഭിക്കാവുന്ന കുറ്റമാണ്. കല്ലേറ് മൂലം മനഃപൂർവ്വം യാത്രക്കാർക്ക് പരിക്കേൽപ്പിച്ചാൽ ഈ നിയമത്തിലെ 153 വകുപ്പ് പ്രകാരം ജീവപര്യന്തം തടവ് വരെ ലഭിക്കാവുന്ന കുറ്റമാണ്. ഈ വർഷം പാലക്കാട് ഡിവിഷന്റെ പരിധിയിൽ 34 കല്ലേറുകളാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഈ സംഭവങ്ങളിൽ RPF, GRP, ലോക്കൽ പോലീസ് എന്നിവർ കേസുകൾ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി 13 കേസുകളിലെ കുറ്റവാളികളെ കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നിട്ടുണ്ട്. മറ്റുള്ള കേസുകളിലും അന്വേഷണം പുരോഗമിക്കുകയാണ്. എന്നിരുന്നാലും പൊതുജനങ്ങളുടെ ആത്മാർത്ഥമായ സഹകരണവും പിന്തുണയും ഈ വിഷയത്തിൽ റെയിൽവേക്ക് ആവശ്യമാണ്. ഇത്തരം കല്ലെറിയുന്ന പ്രവൃത്തികളിൽ നിന്നും വിട്ടുനിൽക്കേണ്ടതാണ്. അത്തരം ഏതെങ്കിലും ഒരു പ്രവൃത്തി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ റെയിൽ മദദ് ഹെൽപ്പ് ലൈൻ നമ്പറായ 139 അറിയിക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഏറ്റവും അടുത്തുള്ള RPF പോസ്റ്റിലോ സ്റ്റേഷൻ മാസ്റ്ററിനെ വിവരം അറിയിക്കാവുന്നതാണ്. പൊതുജനങ്ങളുടെ പൂർണ്ണമായ സഹകരണത്തോടെ സുരക്ഷിതമായ റെയിൽ യാത്രകൾ നമുക്ക് യാഥാർത്ഥ്യമാക്കാം. ഭയപ്പാടോടെയാണ് യാത്രക്കാർ ട്രെയിനിൻ്റെ ജനാലക്കരികിൽ ഇരുന്ന് യാത്ര ചെയ്യുന്നത്. കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് AV അനൂപ്. കേരളത്തിലൂടെ ഓടുന്ന തീവണ്ടിക്ക് നേരെ കല്ലേറുണ്ടാകുന്നത് അടുത്ത കാലത്ത് പലപ്പോഴായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. റെയിൽ യൂസേഴ്സിന്റെ ഓൾ ഇന്ത്യ അസോസിയേഷന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാനും ഞങ്ങളുടെ സഹപ്രവർത്തകരും ഇതിനെ ശക്തമായി അപലപിക്കുകയാണ്. ഇതിനൊരു അവബോധം ഉണ്ടാക്കേണ്ടത് തീർച്ചയായിട്ടും ആവശ്യമാണ്. എല്ലാ സംഘടനകളും ഇത് ഏറ്റെടുത്ത് ഒരു അവയർനെസ് ഉണ്ടാക്കണം. യാത്രക്കാരുടെ സുരക്ഷ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഭയന്നുകൊണ്ടാണ് പലരും ഇന്ന് തീവണ്ടിയുടെ ജനലരികിലെല്ലാം ഇരിക്കുന്നത്. അതുപോലെ ഇപ്പോൾ വന്ദേ ഭാരത് പോലെയുള്ള തീവണ്ടിയൊക്കെ അങ്ങനെ കല്ലെറിഞ്ഞതിൻ്റെ പല ലക്ഷണങ്ങളും കാണുന്നുണ്ട്. പാസഞ്ചേഴ്സും ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളുണ്ട്. നമ്മൾ ട്രെയിൻ ശുദ്ധമായിട്ട് സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം പാസഞ്ചേഴ്സിനുണ്ട്. അതും കുറവുള്ളതായിട്ട് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുപോലെ വിദേശ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ തീവണ്ടി പാളത്തിന്റെ അടുത്തേക്ക് അങ്ങനെ എല്ലാവർക്കും പെട്ടെന്ന് പോകാനൊന്നും പറ്റില്ല. ഇതിപ്പോൾ ഇവിടെ എല്ലായിടത്തും നമ്മുടെ നാട്ടിൽ അത് സാധിക്കുന്നതാണ് ഇതിന് കാരണം. റെയിൽവേക്ക് അതിന് എന്ത് ചെയ്യാൻ കഴിയുന്നു എന്നുകൂടെ ആലോചിക്കേണ്ടതാണ്. അതുപോലെ തന്നെ പ്ലാറ്റ്ഫോമിലൊക്കെ തീർച്ചയായിട്ടും CCTV ഒക്കെ കൂടുതൽ ഉപയോഗപ്പെടുത്തി ഇത്തരക്കാരെ പ്ലാറ്റ്ഫോമിന്റെ അടുത്ത് നിന്ന് ചെയ്യുന്നവരെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ കടുത്ത ശിക്ഷ നൽകുന്നതിനൊക്കെയുള്ള നടപടി ഉണ്ടാകണം എന്ന് ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ്. ക്രിമിനൽ മനോനിലയുള്ള ആളുകളാവാം ഇത്തരം പ്രവൃത്തികൾക്ക് പിന്നിൽ. അവർ അതിൻ്റെ അപകടം മനസ്സിലാക്കി ഈ പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറണം. റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് PK രഘുനാഥ്. ഈ ട്രെയിൻ പോകുമ്പോൾ കല്ലെടുത്ത് എറിയുക എന്ന് പറഞ്ഞാൽ ഒരു മാനസിക രോഗമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പല സ്ഥലത്തുള്ള കാര്യമാണിത്. അവിടെ ഇരിക്കുന്ന ആരോ മാനസിക രോഗികൾ കല്ലെറിയുക ട്രെയിന്. ശരിക്കും അതേ രൂപത്തിൽ ട്രെയിൻ കല്ലെറിഞ്ഞാൽ തിരിച്ച് ഇങ്ങോട്ട് വരേണ്ടതാണ്. വന്നാൽ പിന്നെ അവൻ്റെ കാര്യം പോക്കാം. പക്ഷെ ഇവർ ചെയ്യുന്നത് എന്താണ്? ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എറിയാണ്. ഈ എറിയുന്നത് ജനാലയ്ക്കടുത്ത് ഇരിക്കുന്ന ആളുകളുടെ കണ്ണിലോ കൊണ്ടുകഴിഞ്ഞാൽ അതിൻ്റെ ഭവിഷ്യത്ത് എന്തായിരിക്കും? ഇങ്ങനെ പല സംഭവങ്ങളും പല സമയത്തായിട്ടുണ്ടായിട്ടുണ്ട്. അത് മനസ്സിലാക്കേണ്ട കാര്യം ഒരാളെ വധിക്കാൻ തന്നെയാണ് ഇത് ചെയ്യുന്നത്. അത്രയും ക്രിമിനൽ മൈൻഡുള്ള ഒരാൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. പല സ്ഥലത്തുനിന്നുള്ള അനുഭവമായത്. ഒരു തമാശയ്ക്ക് എറിയുന്നതാണോ, അല്ല മാനസിക രോഗത്തിൻ്റെ ഭാഗമായിട്ട് എറിയുന്നതാണോ, അല്ലെ മദ്യപിച്ചിട്ട് എറിയുന്നതാണോ എന്നും അറിയില്ല. എന്തായാലും ഒരു ക്രിമിനൽ ഒഫൻസാണത്.
വളരെ ഗൗരവമുള്ള കാര്യമാണ്. പലർക്കും നമ്മൾ പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ട്, പല സമയത്തും ട്രെയിനിൽ വിൻഡോയിനടുത്തിരുന്ന ആൾക്കാരെ കണ്ണുപോയിന്നും തലയ്ക്ക് കൊണ്ടു ബ്ലീഡിങ് ഉണ്ടാവും, അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, ധാരാളം കാര്യങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതായാലും ഇതിനെ പറ്റിയൊരു അവയർനെസ് ഉണ്ടാകേണ്ട ആവശ്യമാണ്. നമുക്കിപ്പോൾ ട്രെയിനിൽ പോകുന്ന ആളുകൾക്ക് ട്രെയിൻ പാസ് ചെയ്യുന്ന സൈഡിലുള്ള വീടുകളിൽ പോയിട്ട് ആരാ കല്ലെടുത്ത് എറിയുന്നത് നോക്കാനോ അല്ലെങ്കിൽ അതിനെ നിരുത്സാഹപ്പെടുത്താനോ കഴിയില്ല. സമൂഹം മൊത്തം അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണമെന്നും ഈ ട്രെയിന് കല്ലെറിയുന്ന പ്രാകൃതമായ അല്ലെങ്കിൽ ക്രിമിനൽ മൈൻഡുള്ള ആളുകൾ അത് നിർത്തണമെന്നാണ് പറയാനുള്ളത്. അതിൻ്റെ ഗൗരവം അവർ മനസ്സിലാക്കുന്നതല്ല. ഈ ചെറുപ്പക്കാരൊരു തമാശക്ക് കല്ലെടുത്ത് എറിയുന്നതാണെങ്കിലും ആ തമാശ ഒരു മനുഷ്യന്റെ ജീവിതം തകർക്കുകയാണെന്നുള്ളത് അവർ മനസ്സിലാക്കണം. ഇനി സ്ഥിരമായിട്ട് ഒരു ഭാഗത്തു നിന്നാണ് കല്ലേറ് വരുന്നതെങ്കിൽ റെയിൽവേ ബന്ധപ്പെട്ട് ആ സ്ഥലത്ത് രഹസ്യമായി പോലീസിനെ വിന്യസിപ്പിച്ചിട്ട് അവരെ കയ്യോടെ പിടിച്ചിട്ട് വളരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കേണ്ടതാണ്. വളരെ ഗൗരവമുള്ള കാര്യമാണിത്. എല്ലാവരും കാര്യം ശ്രദ്ധിക്കണമെന്നും റെയിൽവേ യാത്രക്കാർ മാത്രമല്ല റെയിൽവേക്ക് അടുത്ത് താമസിക്കുന്ന ആൾക്കാരൊക്കെ ഇത്തരം ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ആ വിവരം റെയിൽവേ പോലീസിനെയോ അറിയിക്കണമെന്നാണ് പാസഞ്ചേഴ്സ് അസോസിയേഷന് വേണ്ടി പറയാനുള്ളത്. ഈ വിഷയത്തിൽ ഒരു സ്റ്റേഷൻ മാസ്റ്ററുടെ പ്രതികരണം. റെയിൽവേയിൽ ഉള്ള യാത്രക്കാർക്ക് നേരെ പലപ്പോഴും പല സ്ഥലത്തും അറിയപ്പെടാത്ത വ്യക്തികൾ മനഃപൂർവ്വം, അത് അവരുടെ അവസ്ഥ എന്താണെന്ന് അറിയില്ല, അവർ മാനസികമായിട്ട് പ്രശ്നങ്ങളുള്ളവരോ അല്ലെങ്കിൽ മയക്കുമരുന്നിനോ മദ്യത്തിനോ അടിമയായിട്ടുള്ളവരാണോ എന്നറിയില്ല, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തിക്ക് അവർ മുതിരുമായിരിക്കില്ല എന്നാണ് റെയിൽവേയുടെ ഭാഗത്തു നിന്ന് കണക്കാക്കുന്നത്. അല്ലെങ്കിൽ മനഃപൂർവ്വം മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാനും അവർക്ക് സാമൂഹ്യ ദ്രോഹികളെ പോലെ പ്രവർത്തിച്ച് ജനത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ട്രെയിനിൽ ഇന്നത്തെ കാലത്ത് വളരെയധികം യാത്രക്കാർ ദിവസേന യാത്ര ചെയ്യുന്നതാണ്. ഇരിക്കാൻ സീറ്റില്ലാതെ ഡോറിൻ്റെ സൈഡിലും അതുപോലെ തന്നെ നിന്നും യാത്ര ചെയ്യുന്ന അനേകം യാത്രക്കാർ ദിവസേന ജോലിക്ക് പോയി വീട്ടിലേക്ക് തിരിച്ചു വരുന്നവരും അതുപോലെ തന്നെ ബിസിനസ് ആവശ്യങ്ങൾക്കും സ്വന്തമായ കാര്യങ്ങൾക്കും വേണ്ടി യാത്ര ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നവർ വളരെയധികം ഉണ്ട്. അതുകൊണ്ട് ട്രെയിനിൽ വളരെയധികം തിരക്കുള്ള സമയമാണ്. ബസ്സിനെ സംബന്ധിച്ച് ട്രെയിനിൽ ചാർജ് കുറവും യാത്രാ സൗകര്യവും കൂടുതലായതുകൊണ്ട് വളരെയധികം യാത്രക്കാർ ട്രെയിനിനെ ആശ്രയിച്ച് പോകുന്നവരുണ്ട്. അപ്പോൾ പലപ്പോഴുള്ള അനുഭവങ്ങളിൽ നിന്ന് പലർക്കും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുള്ളതായിട്ട് അറിയിച്ചിട്ടുണ്ട്. അതായത് യാത്ര ചെയ്യുന്ന സമയത്ത് കല്ലേറുണ്ടായത് മൂലം പരിക്ക് പറ്റിയവരും പെട്ടെന്ന് ഭയന്ന് വിറച്ച് അവരാകെ ട്രെയിനിൽ യാത്ര ചെയ്യാൻ പേടി പോലെയുള്ള രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് സേഫ്റ്റി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് റെയിൽവേ എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. കളവിൽ നിന്നും മറ്റുള്ളവരുടെ ഉപദ്രവങ്ങളിൽ നിന്ന് ആക്രമണങ്ങളിൽ നിന്നൊക്കെ സംരക്ഷണത്തിന് വേണ്ടി റെയിൽവേ പോലീസും അതുപോലെ തന്നെ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് എപ്പോഴും ട്രെയിനിനെ കമ്പനി ചെയ്യുകയും ഇടയ്ക്കിടയ്ക്ക് പരിശോധിച്ച് അതെല്ലാം ഉറപ്പിക്കുകയും ചെയ്യുന്നതാണ്. പക്ഷേ ഇത്തരത്തിലുള്ള പ്രവൃത്തി പലപ്പോഴും സ്റ്റേഷനുകളിൽ നിന്നോ അല്ലെങ്കിൽ വണ്ടി നിൽക്കുന്ന സമയത്തോ അല്ല ഉണ്ടാകാറുള്ളത്. വണ്ടി പോയിക്കൊണ്ടിരിക്കലെ സ്റ്റേഷനുകൾക്കിടയിൽ വിജനമായ പ്രദേശത്തു നിന്നാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തി ഉണ്ടാകുന്നത്. അപ്പം അതുകൊണ്ട് സാമൂഹ്യ ദ്രോഹം എന്ന രീതിയിലാണ് ഇതെല്ലാം ചെയ്യുന്നതായിട്ട് മനസ്സിലാവുന്നത്. അവരെ കണ്ടുപിടിക്കുക എളുപ്പമല്ല കാര്യമല്ല, എന്നാലും അതിനുവേണ്ടി റെയിൽവേയുടെ ഭാഗത്തു നിന്ന് എല്ലാവിധ ശ്രമങ്ങളും നടത്തുന്നുണ്ട്. അവർ കണ്ടുപിടിക്കപ്പെട്ടാൽ തക്കതായ ശിക്ഷയും അവർക്ക് ഗൗരവമേറിയ കേസുകൾ അവരെ നേരെ ചാർജ് ചെയ്യുകയും ചെയ്യുന്നതാണെന്ന് അവർ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ദയവായി ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ മൂലം ഉണ്ടാകുന്ന ഗുരുതരമായ അവസ്ഥയെ മനസ്സിലാക്കി അവരിതിൽ നിന്നും പിന്മാറണം. വലിയ കല്ലുകളൊക്കെ എടുത്ത് എറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റ് വളരെ കൂടുതലാണ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ള അവർ പലപ്പോഴും അറിയുന്നില്ല. ട്രെയിൻ യാത്ര പോലും ക്യാൻസൽ ചെയ്താലോ എന്ന് വിഷമിച്ച് പോകുന്ന ആൾക്കാരുണ്ട് പരിക്ക് പറ്റിയിട്ട്. അപ്പോൾ അതുമൂലം അത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ഒരിക്കലും ഉണ്ടാകാതിരിക്കാൻ ദയവായി ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. യാത്രകളിൽ ഏറെ രസകരം എപ്പോഴും തീവണ്ടി യാത്രയാണ്. എന്നാൽ പലപ്പോഴും നമുക്കിവിടെ ഇരിക്കാൻ പോലും സീറ്റ് കിട്ടാത്ത തരത്തിൽ തിക്കും തിരക്കും കൂടിയാണ് ആളുകൾ വണ്ടിയിൽ കയറി പറ്റുന്നത് തന്നെ. കയറിക്കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ലക്ഷ്യസ്ഥാനത്ത് എത്തണമെന്ന തിടുക്കമാണ് ഏവർക്കും. ഇടയ്ക്ക് എപ്പോഴോ ഒരു സീറ്റ് ഒത്തുകിട്ടുന്നത് തെല്ലൊരു ആശ്വാസമാണ്. എന്നാൽ ഹതഭാഗ്യരായവർക്ക് അത് വിൻഡോ സീറ്റ് എങ്ങാനുമാണ് കിട്ടുന്നതെങ്കിൽ ജീവിതകാലം മുഴുവൻ ഓർത്തുവെക്കാവുന്ന തരത്തിലുള്ള യാത്രയായി തീരും ഇത്. ഓടുന്ന തീവണ്ടിക്ക് നേരെ കല്ല് വലിച്ചെറിയുന്നവരിൽ ആരെങ്കിലും ഇതൊന്ന് കേട്ട് അത്തരം മനുഷ്യത്വഹീനമായ പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറണം എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ആശിച്ചു പോകുന്നു. ശ്രദ്ധ തയ്യാറാക്കി അവതരിപ്പിച്ചത് സി ഉദയചന്ദ്രൻ. ആശയം നിർവഹണം സി കൃഷ്ണകുമാർ. ശ്രദ്ധ.